ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എനിക്ക് ഉച്ചയൂണിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാൻ പരിപ്പാണ് എടുത്തത്. പരിപ്പ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. പരിപ്പും തക്കാളിയാണ് കേട്ടോ കറി വെക്കണത്. അപ്പോൾ തക്കാളിയും പരിപ്പും കൊണ്ട് ഞാൻ ഒരുമിച്ചാണ് വേവിക്കണത്. പച്ചക്കറി കഷ്ണങ്ങളൊന്നും പിള്ളേർ കഴിക്കാത്ത കാരണം കൊണ്ട് അപ്പോൾ ഒരുമിച്ച് വേവിക്കുമ്പോൾ നല്ലോണം ഉടഞ്ഞു പൊക്കോളൂല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് പരിപ്പിൻ്റെ കൂട്ടത്തിൽ കൂടെ തക്കാളി അരിഞ്ഞ് ചേർത്ത് ഒരു 3-4 പച്ചമുളകും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 5 വിസിൽ വരുത്താൻ വെച്ചു കേട്ടോ. പിന്നെ അതിലേക്ക് അരപ്പിനായിട്ട് കുറച്ച് നാളികേരം, അതിലേക്ക് കുറച്ച് ജീരകവും ചേർത്ത് അരച്ചു വെച്ചു. പിന്നെ തോരന് വേണ്ടിയിട്ട് ഞാൻ കൊപ്പക്കായ എടുത്തേക്കുന്നത്. കൊപ്പക്കായ, കപ്പയ്ക്ക, പപ്പായ അങ്ങനെ പല പേരുകളിലും പറയും. ഞങ്ങളുടെ ഇവിടെ കൊപ്പക്കായ എന്നാട്ടാ പറയാം. അവിടെ എൻ്റെ വീട്ടിലൊക്കെ കപ്പയ്ക്ക എന്നാണ് പറയാം. അപ്പോൾ അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കണേട്ടാ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഉപ്പും ചേർത്ത് നല്ലോണം തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടി. അതിലേക്ക് അരപ്പൊഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് വറുത്തിട്ടു. അപ്പോൾ കറി അവിടെ റെഡി ആയിട്ടാ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കറി വാങ്ങിയപ്പോൾ ഞാൻ തോരന് അടുപ്പത്തേക്ക് വെച്ചു. ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് ഇട്ടു. പിന്നെ നമ്മൾ പുരട്ടി വെച്ച കൊപ്പക്കായ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ എന്തിട്ടാ പപ്പടം, കൊണ്ടാട്ടമുളക് അതൊക്കെ വറുത്തെടുത്തു. കൊണ്ടാട്ടമുളക് ഞാനിവിടെ ഉണക്കിയത് തന്നെയാണ് കേട്ടോ. ഞാൻ മുളക് മേടിച്ച് ഇവിടെ തൈരിലിട്ട് ഉണക്കിയതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് എൻ്റെ ഊണിൻ്റെ കറികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ.